നമസ്കാരം. പഠിച്ച് പഠിച്ച് വലിയൊരാളാവണം. പട്ടാളക്കാരനെ കെട്ടാൻ സുഖജീവിതം സ്വപ്നം കണ്ട് കാമുകനെ പ്രണയ ചതിയിൽ കൊന്ന പ്രതിക്ക് ഇപ്പോഴുള്ള മോഹം ഇതാണ്. തനിക്ക് ഇനിയും പഠിക്കണമെന്നാണ് നെയ്യാറ്റിൻകര കോടതിയോട് ഷാരോൺ വധശ്രമ കേസിലെ കുറ്റവാളി ഗ്രീഷ്മ പറയുന്നത്. കഴിഞ്ഞ ദിവസം കേസിൽ കുറ്റക്കാരിയാണ് ഗ്രീഷ്മയെന്ന് കണ്ടെത്തിയിരുന്നു. ശിക്ഷ വിധിക്കും മുമ്പ് തന്റെ ചേംബറിലേക്ക് ഗ്രീഷ്മയെ വിളിച്ചു വരുത്തി ജഡ്ജി നിലപാടൊന്ന് തിരക്കി. അവിടെയും ഏവരെയും അമ്പരപ്പിച്ചിരുന്നു ഗ്രീഷ്മ. പതിവ് നടപടികളൊന്നും ഗ്രീഷ്മ പാലിച്ചില്ല. പകരം എഴുതി തയ്യാറാക്കിയ ഒരു കത്താണ് കൊടുത്തത്. തനിക്ക് ഇനിയും പഠിക്കണമെന്ന ആഗ്രഹമാണ് അതിൽ പ്രകടമാക്കുന്നത്. അതായത് പട്ടാളക്കാരനായ യുവാവിനെ വിവാഹം ചെയ്യാനായി കാമുകനെ പ്രണയ ചതിയൊരുക്കി വിഷം കൊടുത്തു കൊന്ന കേസിലെ കുറ്റവാളിക്ക് ഇപ്പോഴും മനസ്സിൽ ആഗ്രഹങ്ങൾ മാത്രമാണ്. വധശിക്ഷ പോലും വിധിക്കാവുന്ന കേസിലാണ് പഠിക്കണമെന്ന ആഗ്രഹവുമായി പ്രായത്തിന്റെ ആനുകൂല്യത്തിൽ ജീവപര്യന്തം എന്ന ശിക്ഷയ്ക്കായി ഗ്രീഷ്മ വാദങ്ങളുമായി എത്തുന്നത്. ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ നൽകണമെന്നും അപൂർവങ്ങളിൽ അത്യപൂർവമാണ് ഷാരോണിന്റെ കൊലയെന്നും പ്രോസിക്യൂഷന് വേണ്ടി അഡ്വക്കേറ്റ് വിനീത് കുമാർ വാദിക്കുകയാണ്. അന്തിമ വാദങ്ങളെല്ലാം പരിഗണിച്ച് ജഡ്ജി കേസിൽ അന്തിമ വിധി പറയും. ഗ്രീഷ്മയ്ക്ക് ചെകുത്താന്റെ സ്വഭാവമാണെന്നാണ് പ്രോസിക്യൂഷൻ വിശദീകരിക്കുന്നത്. ജീവന് തുല്യം ഗ്രീഷ്മയെ സ്നേഹിച്ച യുവാവിനെയാണ് കൊന്നത്. ക്രൂരമായ കുറ്റവാളിയാണ് ഗ്രീഷ്മ. ഉന്നത വിദ്യാഭ്യാസം നേടിയ യുവതി ആ അറിവ് വിനിയോഗിച്ചത് കൊലയ്ക്കാണെന്നുമാണ് പ്രോസിക്യൂഷൻ വാദിക്കുന്നത്. പ്രായം പരിഗണിച്ച് ശിക്ഷയിൽ പരമാവധി ഇളവ് അനുവദിക്കണമെന്നായിരുന്നു ഗ്രീഷ്മയുടെ ആവശ്യം. ഇനിയും പഠിക്കണം. 24 വയസ്സേ പ്രായമുള്ളൂ. മറ്റു ക്രിമിനൽ പശ്ചാത്തലമില്ലെന്നും ഗ്രീഷ്മ കോടതിയിൽ പറഞ്ഞു. വിദ്യാഭ്യാസ രേഖകളും കോടതിക്ക് കൈമാറിയിട്ടുണ്ട്. പ്രതിക്ക് പരമാവധി ശിക്ഷ തന്നെ നൽകണം. ഒരു ചെറുപ്പക്കാരനെയല്ല, സ്നേഹമെന്ന വികാരത്തെ കൂടിയാണ് പ്രതി കൊലപ്പെടുത്തിയത്. പ്രതിക്ക് ചെകുത്താന്റെ ചിന്തയാണ്. സ്നേഹം നടിച്ച് വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയാണ് കൊലപാതകം. ആദ്യ കൊലപാതക ശ്രമം പരാജയപ്പെട്ടപ്പോൾ വീണ്ടും അതിന് ശ്രമിച്ചു. കൃത്യമായ ആസൂത്രണത്തോടെയായിരുന്നു കൃത്യം നടത്തിയത്. 11 ദിവസത്തോളം ഷാരോൺ അനുഭവിച്ച വേദന ഡോക്ടർമാരുടെ മൊഴിയിലുണ്ട്. കൊലപാതകം അവിചാരിതമല്ലെന്നും മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണെന്നും പ്രോസിക്യൂഷൻ പറഞ്ഞിരുന്നു. ഷാരോണിനും സ്വപ്നങ്ങളുണ്ടായിരുന്നു. ആ സ്വപ്നങ്ങളാണ് ഗ്രീഷ്മ ഒറ്റയടിക്ക് തകർത്ത് കളഞ്ഞത്. പ്രതിക്ക് ഒരു ഘട്ടത്തിലും മനസ്താപം ഉണ്ടായിട്ടില്ല. അതിനാൽ ഒരു ദയയും അർഹിക്കുന്നില്ലെന്നുമാണ് പ്രോസിക്യൂഷന്റെ വാദം. പാറശാല ഷാരോൺ വധക്കേസിൽ ശിക്ഷാവിധിയിലുള്ള വാദം തുടങ്ങിയിരിക്കുകയാണ്. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് വാദം പുരോഗമിക്കുന്നത്. കേസിൽ 1-ാം പ്രതി ഗ്രീഷ്മ, 3-ാം പ്രതി ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മലകുമാരൻ നായർ എന്നിവർ കുറ്റക്കാരെന്ന് കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു.